അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരന്മാരെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. ഈ മാസത്തെക്കുറിച്ച് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മാസം. ധാരാളം പവിത്രതകൾ ഈ മാസത്തിനുണ്ടെന്ന് നമ്മൾക്കറിയാം. കാലങ്ങൾക്കപ്പുറം തന്നെ, പരിശുദ്ധ ഇസ്ലാമിന് മുമ്പ് തന്നെ ഈ മാസത്തിന് വലിയ പരിശുദ്ധി മക്കയിലും മറ്റുമൊക്കെ നൽകിയത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ജൂതന്മാരും അതേപോലെ മറ്റുള്ളവരുമൊക്കെ ഈ മാസത്തെ ബഹുമാനിച്ചതായി നമ്മൾക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ധാരാളം പവിത്രതകൾ ഈ മാസത്തെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യമാക്കി തന്നു. മുഹറം മാസം കൊണ്ടാണ് ഹിജ്റ കലണ്ടറിലെ ഒരു വർഷം ആരംഭം കുറിക്കുന്നത്. ഒരു വർഷം ആരംഭിക്കുമ്പോൾ നമ്മളൊരു പൊതുജീവിതത്തിലേക്ക്, പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ തുടക്കം തന്നെ പരിശുദ്ധമാവുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, തുടക്കം നന്നായാലേ ഒടുക്കം നന്നാവൂ എന്ന് പറയാറുണ്ട്. ഏതൊരു കാര്യവും തുടങ്ങേണ്ടതുപോലെ തുടങ്ങണം, അപ്പോഴാണത് നല്ല നിലയിൽ പര്യവസാനിക്കുക. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യയിൽ പറയുന്നുണ്ട്, ഇബ്തിദാഉസ്സന, ഒരു വർഷത്തിൻ്റെ തുടക്കം, ഒരു വർഷത്തിൻ്റെ ആരംഭം, ഫബിനാഉഹാ അലൽ ഖൈർ, അത് ഖൈറിൽ പടുത്തുയർത്താൻ സാധിക്കണം. കൊല്ലം തുടങ്ങുന്നത് ഖൈറ് കൊണ്ടായിരിക്കണം. ദുഃഖകരമെന്ന് പറയട്ടെ, പലപ്പോഴും ഒരു വർഷത്തെ സ്വീകരിക്കുന്നത് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടാണ്. ഹിജ്റ കലണ്ടറിൽ നമ്മളത് കാണാറില്ല. എന്നാൽ നമ്മൾ സാധാരണ ന്യൂ ഇയർ ആഘോഷങ്ങൾ കാണാറുണ്ട്. വർഷത്തിൻ്റെ തുടക്കം തന്നെ പരിധി ലംഘിച്ച്, കള്ളു കുടിച്ച് ലക്ക് കെട്ടവരായി, പരിസരം മറന്നവരായിട്ട് ഒരു കൊല്ലം ആരംഭിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഫബിനാഉഹാ അലൽ ഖൈർ, ഒരു വർഷം സമാരംഭം കുറിക്കേണ്ടത് ഖൈറിലായിരിക്കണം. വർഷം തുടങ്ങേണ്ടത് ഖൈർ കൊണ്ടായിരിക്കണം. അങ്ങനെ തുടങ്ങിയാൽ അഹബ്ബു വഅർജാ ലിദവാമി ബറകതി, ആ വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ ഖൈറും ബറക്കത്തും നിലനിൽക്കാൻ അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം, ഈ മുഹറം മാസം കൊണ്ട് തുടങ്ങുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാവണം. ഈ മാസത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ തൻ്റെ വിശ്വപ്രസിദ്ധമായ ഹിക്കമിൽ പറയുന്നത് കാണാം, മൻ അശ്റഖത് ബിദായതുഹു അശ്റഖത് നിഹായതുഹു. വളരെ ശ്രദ്ധേയമായ ഒരു വചനം. മൻ അശ്റഖത് ബിദായതുഹു, ഒരു മനുഷ്യൻ്റെ കാര്യങ്ങളുടെ തുടക്കം പ്രകാശപൂരിതമായാൽ, നല്ല രീതിയിലാണ് ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ, അശ്റഖത് നിഹായതുഹു, അതിൻ്റെ ഒടുക്കവും പ്രകാശപൂരിതമായിരിക്കും. അപ്പം നല്ല നിലയിൽ തുടങ്ങാൻ കഴിയണം. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ധാരാളം നന്മകൾ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കണം. കാലം ഒരിക്കലും നമ്മൾക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സെക്കൻഡ് ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത സെക്കൻഡാണ്. ബാക്കിയുള്ളത് പലതും നമ്മൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കാം. നഷ്ടപ്പെട്ടുപോയ സമ്പാദ്യം, നഷ്ടപ്പെട്ടുപോയ മറ്റു പലതും നമ്മൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഈ ചലിച്ചുപോയ ഒരു സെക്കൻഡ് തിരിച്ചു പിടിക്കാൻ ലോകത്ത് സംവിധാനങ്ങളില്ല. കാലത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കാലത്തിന് ചില പേരുകൾ കൊടുത്തിട്ടുണ്ട്.
അതൊരു മാസത്തിന്റെ പേരാവാം, അതല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പേരാവാം, അതല്ലെങ്കിൽ ഒരു മണിക്കൂറിന്റെ പേരാവാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നമ്മൾ പറയും ഇനിയുമുണ്ടല്ലോ വെള്ളിയാഴ്ച എന്ന്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഇനി എന്നാണ് നമ്മൾക്ക് തിരിച്ചു കിട്ടുക? ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വെള്ളിയാഴ്ചയായി ഈ വെള്ളിയാഴ്ച നമ്മിൽ നിന്ന് കടന്നു പോകും. അത് സമയത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞതുപോലെ വിലമതിക്കാൻ കഴിയാത്ത മഹാത്ഭുതമാണ് സമയമെന്ന് പറയുന്നത്. അപ്പൊ ഈ വെള്ളിയാഴ്ച ഇവിടെ ഇരിക്കുന്നവർ ചിന്തിക്കേണ്ടത്, ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കാലചക്രത്തിന്റെ ഒരടയാളപ്പെടുത്തൽ മാത്രമാണ്. ഒരിക്കലും ഈ വെള്ളിയാഴ്ചയല്ല അടുത്ത വെള്ളിയാഴ്ച. എൻ്റെ ഈ ചലിച്ചുപോയ സെക്കൻഡ് എൻ്റെ ജീവിതത്തിൽ അവസാന സെക്കൻഡാണ്. അതിന് തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ഈ വെള്ളിയാഴ്ച എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അടുത്ത വെള്ളിയാഴ്ച അത് വേറെ ഒന്നാണ്. അതാണ് സമയത്തിൻ്റെ പ്രത്യേകത. ആ സമയത്തിൻ്റെ വില മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കണം. എങ്ങനെയാണ് ഈ മുഹറം മാസത്തെ പ്രകാശപൂരിതമാക്കേണ്ടത്? മഹാനായ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞതുപോലെ ഈ മുഹറമിനെ എങ്ങനെയാണ് പ്രകാശപൂരിതമാക്കേണ്ടത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നു. ഒന്നാമതായിട്ട് ഫർലായ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയേണ്ടതില്ല, അത് നിർബന്ധമാണ്. അതിനുശേഷം ഈ മുഹറത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പവിത്രമായ ഒന്ന് വിശാലത ചെയ്യലാണ്, വിശാലത ചെയ്തു കൊടുക്കലാണ്. നമ്മളെല്ലാവരും തന്നിലേക്ക് ചുരുങ്ങുകയാണ്. എവിടെയായിരുന്നാലും എനിക്കിരിക്കാൻ നല്ല സൗകര്യമുണ്ടാവണം. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോലും അടുത്തുള്ളവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. എൻ്റെ 2 കൈയും വിശാലമായി വെക്കണം, എനിക്ക് ചാരിയിരിക്കണം, എൻ്റെ ബാഗ് സുഖമായിട്ട് വെക്കണം, എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന എന്നിലേക്ക് ഞാൻ എന്നതിലേക്ക് ചുരുങ്ങുന്ന ലോകത്ത് ഈ മുഹറം മാസം നൽകുന്ന സന്ദേശം വിശാലതയുടെ സന്ദേശമാണ്. ഒരുപക്ഷെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് നമ്മളൊന്ന് അടുത്തിരുന്നു കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചാൽ ചെറിയ ചെറിയ ആവശ്യങ്ങളെ ഉണ്ടാവൂ. നിങ്ങൾ വീട്ടിലിരിക്കുന്ന വല്യമ്മയുടെ അടുത്ത് പോയി ആ വാർദ്ധക്യം കൊണ്ട് ശോഷിച്ചു പോയ കൈ നിങ്ങളുടെ മടിയിലൊന്ന് എടുത്തു വെച്ചിട്ട് വല്യമ്മക്ക് എന്താ വേണ്ടതെന്നൊന്ന് ചോദിച്ചു നോക്കൂ. അവർക്ക് 1.5 ലക്ഷത്തിന്റെ ഐഫോൺ വേണ്ടി വരില്ല, അവർക്ക് ലക്ഷങ്ങളുടെ കാറും വേണ്ടി വരില്ല. അവരൊരു പക്ഷേ നിസ്കാരക്കൂട്ടയിൽ തീർന്നുപോയ അത്തറിന്റെ കുപ്പി എടുത്തിട്ട് ഇതുപോലെ ഒരു കുപ്പി അത്തറിന്റെ കുട്ടി എനിക്ക് വാങ്ങിത്തരുമോ എന്നായിരിക്കും അവരുടെ ആഗ്രഹം. ഈ ആഗ്രഹത്തിനാണോ നമ്മൾ മുഖം തിരിക്കുന്നത്? അല്ലെങ്കിൽ വീട്ടിലെ വല്യുപ്പാക്ക് ചായമക്കാനിയിലെ ബെഞ്ചിലിരുന്നിട്ട് വൈകുന്നേരം തൻ്റെ കൂട്ടുകാരോടൊന്നിച്ച് ചായ കുടിക്കാൻ ഒരു 100-200 രൂപയുടെ ആവശ്യമായിരിക്കും അവർക്കുണ്ടാവുക. ഈ ആവശ്യത്തിൽ നിന്നാണോ നമ്മൾ ഒളിച്ചോടുന്നത്? ഒരു വിശാലതയുടെ, ഒരു സ്നേഹം പങ്കുവെക്കലിന്റെ മാസമായി ഈ മാസത്തെ നമ്മൾ മാറ്റണം. ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ, ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള സന്ദർഭമായി ഈ മാസത്തെ നമ്മൾ കാണണം. വീട്ടിൽ തൻ്റെ പ്രിയപ്പെട്ടവളെ വിളിച്ച് ദിവസവും സംസാരിക്കുമ്പോൾ തൊട്ടടുത്ത കട്ടിലിൽ വാർദ്ധക്യത്തിന്റെ വൈഷമ്യതകൾ പേറി കുരച്ചും ചുമച്ചുമൊക്കെ കഴിയുന്ന ഒരു ഉമ്മയുണ്ടാവും. ഭാര്യയോടൊന്ന് പറയണം, ഉമ്മാക്കൊന്ന് ഫോണ് കൊടുക്ക്, നല്ല വർത്തമാനം പറയാൻ, നല്ല സംസാരം നടത്താൻ ഈ മുഹറത്തിൽ സാധിക്കുമെങ്കിൽ മുഹറത്തോട് ചെയ്യുന്ന വലിയ നീതിയാണത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശാലത ചെയ്യുന്നവർക്കേ അള്ളാഹു വിശാലത ചെയ്യൂ. നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ഞെരുക്കത്തെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ചില ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ട്. ആ ബന്ധങ്ങൾ ചേർത്ത് വെക്കാൻ ഈ മാസത്തിൽ നമ്മൾക്ക് സാധിക്കണം. അത് മുഹറത്തിന്റെ സന്ദേശമാണ്. രണ്ടാമതായി അവിടെ നിന്ന് പറഞ്ഞു, മുഹറത്തിന് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ നന്മകളിൽ ഒന്ന് നോമ്പ് നോൽക്കലാണ്. പരിശുദ്ധ റമളാനിനെ, നോമ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. പരിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ നോമ്പ് ശഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലെ നോമ്പാണ്. ആ മുഹറം മാസത്തിലെ നോമ്പ് നോൽക്കാൻ നമ്മൾക്ക് സാധിക്കണം. ശരീരത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഭക്ഷണത്തിൽ ക്രമം വരുത്താറുണ്ട്. പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പാനീയത്തിൽ കൺട്രോൾ വരുത്താറുണ്ട്. നമ്മളുടെ മറ്റു വിഷയങ്ങളിൽ കൺട്രോൾ വരുത്താറുണ്ട്. അതേപോലെ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യാറുണ്ട്, ശരീരത്തെ പീഡിപ്പിക്കാറുണ്ട്. എന്നാൽ അല്ലാഹുവിങ്കൽ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ മാസം നോമ്പ് നോൽക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കൂല? അതുകൊണ്ട് ഇവിടെ വന്നുകൂടിയവർ ഈ മാസത്തിലുള്ള നോമ്പ് നോൽക്കാൻ
സന്നദ്ധരാവണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നു. മദീനത്ത് വന്നപ്പോൾ അവിടെ യഹൂദികൾ മുഹറം 10 നോമ്പ് നോൽക്കുന്നത് അവിടെ നിന്ന് കണ്ടു. ഫഖാല ലഹും, അവരോട് ചോദിച്ചു, മാ ഹാദൽ യൗം അല്ലദീ തസൂമൂന, ഇന്ന് നിങ്ങൾ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീം, ഇത് വളരെ പരിശുദ്ധമായ ഒരു ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹറത്തിന് നമ്മൾ മാത്രമല്ല മറ്റുള്ളവരും പരിശുദ്ധി കൽപ്പിക്കുന്നു. ജൂതന്മാർ മുഹറം 10 ബഹുമാനിക്കുന്നു. അതിനവർ കാരണം പറഞ്ഞത്, അൻജല്ലാഹു ഫീഹി മൂസ അലൈഹിസ്സലാം, ഈ ദിവസത്തിലാണ് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത്. വഖൗമഹു, തന്റെ ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ ദിവസത്തിലാണ്. വഅഗ്റഖ ഫിർഔന വഖൗമഹു, ജൂതന്മാർ പറഞ്ഞു, ഫിർഔനെയും അവന്റെ കൂട്ടാളികളെയും അള്ളാഹു വെള്ളത്തിൽ മുക്കി കൊന്നുകളഞ്ഞത് ഈ ദിവസത്തിലാണ്. അതുകൊണ്ട് ഫസ്വാമഹു മൂസ ശുക്ര, മുഹറം 10 നന്ദിയായി മൂസ അലൈഹിസ്സലാം നോമ്പ് നോറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഫനഹ്നു നസുമുഹു, ജൂതന്മാർ പറഞ്ഞു, ഞങ്ങളും ആ ദിവസം നോമ്പ് നോൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഹ്നു അഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസ നബിയോട് കടപ്പെട്ടത് ഞങ്ങളാണ്. നിങ്ങൾക്ക് എന്ത് മൂസാ നബി വന്നിരിക്കുന്നു, ആ മൂസാ നബി കൊണ്ടുവന്ന ആദർശത്തിൽ വെള്ളം ചേർത്തവരാണ് ജൂതന്മാർ. നിങ്ങളെക്കാൾ അതുകൊണ്ട് കടപ്പെട്ടത് ഞങ്ങളാണ്. അതുകൊണ്ട് അവിടുന്ന് മുഹറം 10 നോമ്പ് നോൽക്കുകയും വഅമറ ബിസിയാമിഹി, സഹാബത്തിനോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ദിവസം നോമ്പ് നോൽക്കുന്നവരായി നമ്മൾ മാറണം. ഈ മുഹറം 10 അന്ന് നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്. ഈ ഹ്രസ്വ ഭാഷണത്തിൽ അതെല്ലാം ഉൾക്കൊള്ളിക്കുക അസാധ്യമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. പല കിതാബുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും. ഇനിയും നോമ്പിന്റെ പ്രത്യേകത ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സ്വഹീഹ് മുസ്ലിമിൽ കാണാം, സുഇല അൻ സിയാമി ആശൂറ, ആശൂറ നോമ്പിനെ കുറിച്ച്, മുഹറം 10 നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ തിരുദൂതരോട് ചോദിച്ചപ്പോ ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബ്ല, കഴിഞ്ഞുപോയ ഒരു കൊല്ലത്ത് നടന്നുപോയ സർവ പാപങ്ങൾക്കും പരിഹാരമാണ് മുഹറം 10 നോമ്പെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ജീവിച്ച ഒരു വർഷം, കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന ചെറുതെറ്റുകളും പൊറുക്കാൻ ഒരു ദിവസത്തെ നോമ്പ് പര്യാപ്തമാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ആ ദിവസം നോമ്പ് നോറ്റുകൂടാ? അതുകൊണ്ട് ഈ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗവും നല്ല ആരോഗ്യമുള്ളവരാണ്. ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും ആ മുഹറം 10 അന്ന് നോമ്പ് നോൽക്കാൻ സന്നദ്ധരാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒന്നുകൂടെ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ലഇം ബഖീതു ഇലാ ഖാബിലിൻ, അടുത്ത ഒരു കൊല്ലം ഞാൻ ഉണ്ടാവുമെങ്കിൽ ലഅസൂമന്ന താസിഅ, ഞാൻ മുഹറം 10 അന്ന് മാത്രമല്ല ഞാൻ 9 അന്നും കൂടെ നോൽക്കും. അപ്പൊ മുഹറം 9 നോൽക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിച്ചു. പക്ഷെ അടുത്ത വർഷം അവിടെ നിന്നുണ്ടായില്ല, വഫാത്തായി പോയി. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ്? 10 അന്നാണല്ലോ സംഭവ ബഹുലമായ പലതും ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്തിനാ 9 നോമ്പ് നോൽക്കുന്നത്? അതിന്റെ കാരണം മറ്റൊരു റിപ്പോർട്ടിൽ നമ്മൾക്ക് കാണാം. അവിടെ നിന്ന് പറഞ്ഞു, സൂമോ യൗമ ആശൂറ, നിങ്ങൾ മുഹറം 10 അന്ന് നോമ്പ് നോൽക്കണം. വഖാലിഫുൽ യഹൂദ്, ജൂതന്മാരോട് നിങ്ങൾ എതിരാവണം. ജൂതന്മാർ മുഹറം 10 നോമ്പ് നോൽക്കുന്നുണ്ട്, എന്നാൽ അവരോട് നിങ്ങൾ എതിരാവണം. അതെങ്ങനെയാണ് എതിരാവൽ? അവർ 10 നോൽക്കുന്നതെങ്കിൽ നിങ്ങൾ 9 കൂടെ നോമ്പ് നോൽക്കണം. അവിടുന്ന് പറഞ്ഞു, സൂമോ യൗമൻ ഖബ്ല വ യൗമൻ ബഅദ, നിങ്ങൾക്ക് മുഹറം 10 മുമ്പ് ഒരു നോമ്പ് നോൽക്കാം, അഥവാ 9, വയൗമൻ ബഅദ, ശേഷവും ഒരു നോമ്പ് നോൽക്കാം, 11 നോമ്പ് നോൽക്കാം. അപ്പൊ മുഹറം 9, 10, 11 3 നോമ്പുകളായി. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, മുഹറം 10 നോമ്പ് അല്ലെങ്കിൽ മുഹറത്തിലെ നോമ്പ് 3 പവിത്രതയാണ് അതിനുള്ളത്. 3 മർത്തബകളാണ്, 3 സ്ഥാനങ്ങളാണ്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് മുഹറം 10 നോമ്പ് നോൽക്കാൻ കഴിയുക. രണ്ടാമത്തത് 9, 10 നോമ്പ് നോൽക്കാൻ കഴിയുക. മൂന്നാമത്തത് 9, 10, 11 ഇങ്ങനെയെങ്കിലും നോമ്പ് നോൽക്കാൻ കഴിയുക. ഇതിലേതാണോ നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായത്, സാധ്യമാവുന്നത്? സുഖകരമായത് എന്ന പദം ഞാൻ പിൻവലിക്കുകയാണ്. നിങ്ങൾക്ക് ഏതാണോ സാധിക്കുന്നത്, 3 ദിവസം നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ അങ്ങനെ നോൽക്കട്ടെ. 9, 10 നോൽക്കാൻ കഴിയുന്നവർ, അതാണ് ഏറ്റവും നല്ല ഒരു രീതി. അതെങ്കിലും നമ്മൾക്ക് സാധിക്കണം.
ആ രീതിയിലെങ്കിലും നോമ്പ് നോറ്റുകൊണ്ട് ഈ മാസത്തോട് നമ്മൾക്ക് ബഹുമാനം കാണിക്കാൻ കഴിയണം. ഇവിടെ ജൂതനസാറാക്കളോട് എതിരാവുക എന്നത് വളരെ കൃത്യമാണ്. വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ വേഷവിധാനങ്ങൾ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്ന് പലതും ജൂതനസാറാക്കളോട് എങ്ങനെ ഐക്യപ്പെടാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്നതാണ്. ഉദാഹരണമായി നമ്മുടെ വീടുകളിലൊക്കെ ബർത്ത്ഡേ പരിപാടികൾ നടക്കാറുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ച ദിവസം ഒരിത്തിരി സന്തോഷിക്കുന്നത് കൊണ്ടോ ആ ദിവസം ഒരിത്തിരി ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ടോ വലിയ തെറ്റൊന്നുമില്ല, അതിൽ കുഴപ്പം പറയാനുമില്ല. എന്നാൽ എന്തിനാണ് കൂട്ടരെ പ്രത്യേകമായി ഒരു കേക്ക് രൂപകൽപ്പന ചെയ്യുന്നത്? എന്തിനാണ് അതിന് വട്ടത്തിൽ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നത്? പ്രത്യേകമായ രീതിയിൽ ആ മെഴുകുതിരി ഊതിയിട്ട് മറ്റു മതക്കാർ നടത്തുന്ന ആചാരം പോലെ നമ്മൾ എന്തിനാണ് കടമെടുക്കുന്നത്? അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പറഞ്ഞു, ജൂതനസാറാക്കളോട് നിങ്ങൾ ഒരിക്കലും ഐക്യപ്പെടരുതെന്ന്. പക്ഷെ നമ്മൾ ഇന്ന് നിരന്തരം ഐക്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ നമ്മൾക്ക് ഇസങ്ങളില്ല, അവിടെ നമ്മൾക്ക് സംഘടനകളില്ല, എല്ലാവരും വാരിപ്പുണരുകയാണ് മറ്റുള്ളവരുടെ ആചാരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ വീടുകളിലെങ്കിലും ഇത്തരം അപകടകരമായ ആചാരങ്ങൾ കയറിക്കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ജുമുഅ കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ മദ്രസയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. വളരെ അത്ഭുതകരമായ വിജയം നടത്തിയ നമ്മുടെ മദ്രസ വീണ്ടും ഒരു പുതിയ ചുവടുവെപ്പിലേക്ക് പോവുകയാണ്. നമ്മുടെ കുട്ടികളുടെ ദൈനംദിന പ്രക്രിയകൾ രക്ഷിതാക്കൾക്ക് അതാത് സമയം ഓരോ സെക്കൻഡിലും മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ തിരിച്ചെത്തുന്നത് വരെ അവൻ്റെ ചലനങ്ങൾ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഉമ്മമാർക്കറിയാൻ കഴിയുന്ന, കഴിഞ്ഞ വർഷമൊക്കെ ചില മിസ്സിങ്ങും മറ്റുമൊക്കെ ഉണ്ടായത് ഏറെ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ആ സമയത്തിലും മറ്റുമൊക്കെ ഒരു കുട്ടിയുടെ അവസ്ഥ, അവൻ വീട്ടിൽ നിന്നിറങ്ങി എത്ര മണിക്ക് മദ്രസയിലെത്തി, വീട്ടിലേക്ക് പോന്നോ, അവൻ്റെ പഠന നിലവാരം എങ്ങനെയാണ്, അവൻ്റെ ഹാജർ നില എങ്ങനെയാണ്, ഇതൊന്നും ഉസ്താദുമാരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് വഴി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഒരു പക്ഷേ മറ്റു മദ്രസകൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ചുവടുവെപ്പുമായി നമ്മുടെ ബദരിയ മദ്രസ മുന്നോട്ട് വരികയാണ്. അതിന് വലിയൊരു സാമ്പത്തികമായ ചെലവുണ്ട്. അത് മുഴുവനും നമ്മൾ വഹിക്കണമെന്നല്ല. ഇന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നമ്മളുടെ മക്കളുടെ ആ ഒരു പുതിയ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നല്ല ഒരു സ്വതക്ക കൊടുക്കണമെന്നുകൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു പരിശുദ്ധമായ മുഹറം മാസത്തിൽ നോമ്പ് നോൽക്കാൻ ചൊവ്വയും ബുധനുമാണ്, മുഹറം 9ഉം 10ഉം എന്നാണ് ഞാൻ ഇവിടുത്തെ മനസ്സിലാക്കുന്നത്. ആ ദിവസം നമ്മൾ ഓർമ്മ വെച്ചുകൊണ്ട് എല്ലാവരും നോമ്പ് നോൽക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.